ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പീനട്ട് ബട്ടറിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പീനട്ട് ബട്ടറിൽ ഷുഗറോ ഓയിൽ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഞാൻ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നമുക്കിത്. നമുക്കിനി ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നിലക്കടല എടുത്തിട്ടുണ്ട്, 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് നല്ല രീതിക്കൊന്ന് വറുത്തെടുക്കണം. നിലക്കടല വറുത്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ച നിലക്കടല ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് വറുത്തെടുക്കണം. പിന്നെ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറുത്തെടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. പിന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന നിലക്കടല പച്ചയല്ല, റോസ്റ്റഡ് ആണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണേ. പിന്നെ നമ്മൾ കടല വറുത്തെടുക്കുന്ന സമയത്ത് കടലയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരും, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വീണ്ടും ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാട്ടോ. ഇതാ ഇവിടെ കടലയൊക്കെ നല്ല രീതിക്കൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇതാ ഞാൻ നിലക്കടലയൊക്കെ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടലയുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിന്റെ തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ചൂട് മാറാതെ നിങ്ങൾ തോടൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല രീതിക്ക് ചൂട് മാറിയതിന് ശേഷം മാത്രം ഇതിന്റെ തോടൊക്കെ മാറ്റിയെടുക്കാം. ഇതാ ഞാൻ ഇവിടെ നിലക്കടലയുടെ തോടൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണേ. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോവും. പിന്നെ ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറിലാണ് ചെയ്തെടുക്കുന്നത്. കുറച്ചൊക്കെയാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നിലക്കടല മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിത് മിക്സിയിൽ പൾസ് മോഡിലിട്ടിട്ടാണ് ഇന്ന് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ വിപ്പ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണേ. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഇവിടെ ഇത് നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നോർമൽ അരച്ചെടുക്കുന്ന പോലെ തന്നെ ചെയ്യാം. ഇത് അരച്ചെടുത്തിട്ട് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. വീണ്ടും ഞാൻ സ്പൂൺ കൊണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മുഴുവനായിട്ടും അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പീനട്ട് ബട്ടറിനേക്കാൾ എത്രയോ ബെറ്റർ ആട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പീനട്ട് ബട്ടറിൽ ഷുഗറും ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് ഓരോ പ്രാവശ്യം ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ഇത് ടൈറ്റായി വരും. നമുക്ക് വീണ്ടും സ്പൂൺ കൊണ്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് കൊളായെന്നൊന്നും വിചാരിക്കണ്ട. ഇത് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കണം. വീണ്ടും ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും. ഞാനിത് ഒന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്കിത് കുറച്ച് കട്ടിക്കാട്ടോ കിട്ടിയത്. പിന്നെ ചെയ്തിട്ടാണ് എനിക്കിത് നല്ല രീതിക്ക് സ്മൂത്തായി കിട്ടാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് ടൈം ഇങ്ങനെ അരച്ചെടുത്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചധികം ടൈം ഇത് അരച്ചെടുക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് എനിക്കിത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് സെറ്റായി കിട്ടില്ല. വീണ്ടും അടിച്ചെടുത്തിട്ട് എനിക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് തേനൊക്കെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തേന് തീരെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിലക്കടലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തേനിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മധുരം ഇല്ലാതെയും കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് അധികമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമുക്കിത് വീണ്ടും നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം. ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് വീണ്ടും നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല രീതിക്ക് സ്മൂത്തായി വരുന്നത് വരെ നമുക്ക് അരച്ചെടുക്കണം. പിന്നെ നമ്മളിത് പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ നിന്ന് ഇട്ട് വെക്കരുത്, ഗ്ലാസ് ജാറിൽ തന്നെ ഇട്ട് വെച്ച് സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം വരെയൊക്കെ നിൽക്കും. അല്ലാതെ പുറത്ത് വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച എന്തായാലും കിട്ടും കേട്ടോ. പിന്നെ നല്ല ചൂടൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിത് ഒന്നുകൂടെ അരച്ചെടുക്കുന്നുണ്ടേ. ഇതാ ഇവിടെ നമ്മുടെ പീനട്ട് ബട്ടർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. മിക്സിയിൽ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് തിക്കായത് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നല്ല സ്മൂത്ത് ആണ് കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ടിയാവും കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.